ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദുബായ് എമിറേറ്റിൽ സൗജന്യ പാർക്കിംഗ് അനുവദിച്ചിരിക്കുകയാണ് RTA. പൊതു പാർക്കിങ്ങുകൾ സൗജന്യമായിരിക്കും. ജൂൺ 5 അറഫ ദിനം മുതൽ ജൂൺ 8 ഞായറാഴ്ച വരെയാണ് പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കുന്നത്. ഇതേസമയം മൾട്ടി ലെവൽ പാർക്കിംഗിൽ പണം അടയ്ക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ദുബായ് മെട്രോ, ട്രാം എന്നിവയുടെ സമയക്രമമാണ്. ദുബായ് മെട്രോ ബുധനാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പുലർച്ചെ 5 മുതൽ അർദ്ധരാത്രി 1 വരെ മെട്രോ സർവീസ് ഉണ്ടാകും. ദുബായ് ട്രാമിലും ഇതേ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ രാത്രി 1 വരെ സർവീസ് തുടരുന്നതായിരിക്കും. അവധി ദിവസങ്ങളിലെ ബസ് സമയത്തിൽ മാറ്റമുണ്ട്. പുതിയ സമയ വിവര പട്ടികയും തത്സമയ ഭേദഗതിയും അറിയാൻ ഹെയിൽ ആപ്പിൽ പരിശോധിക്കണം. അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് E100 നാളെ മുതൽ ജൂൺ 8 വരെ സർവീസ് നടത്തില്ല എന്ന് അധികൃതർ പറയുന്നു. ഷാർജയിൽ സംസം വെള്ളം വിൽക്കുന്നതിനെതിരെ കട ഉടമകൾക്ക് മുന്നറിയിപ്പ്. ഷാർജയിലെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ ബിസിനസ് പ്രവർത്തനം പരിഗണിക്കാതെ സംസം വെള്ളം വ്യാപാരം ചെയ്യുന്നതിൽ നിന്നും പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും കർശനമായി വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രാദേശിക വിപണികളിൽ നിന്ന് സംസം വെള്ളം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും അതോറിറ്റി എല്ലാ ഉപഭോക്താക്കളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബലിപ്പെരുന്നാൾ അവധിക്കും സ്കൂൾ വെക്കേഷനും ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ വളരെ ഭീതി പടർത്തുന്ന വാർത്തയാണ് നാട്ടിൽ ദിനം പ്രതി നമ്മൾ കേൾക്കുന്നത്. കോവിഡ് കേസ് കൂടുന്നു, കോവിഡ് ടെസ്റ്റ് ചെയ്യണം, മാസ്ക് നിർബന്ധമാക്കണം എന്നിങ്ങനെ തുടങ്ങി ദിവസവും വാർത്ത കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും നാട്ടിലേക്ക് പോകുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ശ്വാസതടസ്സം, കടുത്ത നെഞ്ചുവേദന, തലചുറ്റൽ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറയുന്നു. നിലവിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് എയർപോർട്ടിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോകണമെന്ന നിബന്ധന ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിപ്പോൾ. ആകർഷകമായിട്ടുള്ള ഡീലുകൾ, പൊതുജന താല്പര്യത്തെ മുതലെടുക്കുന്ന പരിപാടികൾ എന്നിവയെല്ലാം ഇവിടെ ഫെസ്റ്റിവൽ സമയത്താണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫേക്ക് പ്രൊമോഷനുകളിൽ ഒന്നും തന്നെ വീഴാതെ സൂക്ഷിക്കണമെന്ന് അധികൃതർ പറയുകയാണ്. അതുമാത്രമല്ല, കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ, അവധിക്കാല ടൂറിസം പാക്കേജുകൾ ഇതിന്റെയൊക്കെ ആധികാരികത ഉറപ്പുവരുത്തി മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അധികൃതർ. പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പരിശോധനകൾ സജീവമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി. ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി, പൊതുസുരക്ഷ എന്നിവയുൾപ്പെടെ പരിശോധിക്കുന്നതിനായി എമിറേറ്റിൽ ഏകദേശം 150 ഇൻസ്പെക്ടർമാരെയും ഫീൽഡ് മോണിറ്റർമാരെയും വിന്യസിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷ, പൊതുജനാരോഗ്യം എന്നിവയുമായി എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ദുബായ് 24x7 സ്മാർട്ട് ആപ്പ് വഴിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലാൻഡ് നമ്പർ ആയിട്ടുള്ള 800-900 എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം.